നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഒടുവിൽ നെയ്മർ ആരാധകർക്ക് ശുഭവാർത്ത. അദ്ദേഹത്തിൻ്റെ ടെസ്റ്റുകളും മറ്റുമൊക്കെ നടത്തിയപ്പോൾ അദ്ദേഹം വളരെ ഫിസിക്കലി സ്ട്രോങ് ആണ് എന്നതാണ്, റിസൾട്ട് വളരെ സാറ്റിസ്ഫാക്ടറി ആണ് എന്നതാണിപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്ത. ബ്രസീലിയൻ മാധ്യമം UL എസ്പോർട്ടെ ഇക്കാര്യം പുറത്തുവിടുന്നുണ്ട്. അവരുടെ ജേർണലിസ്റ്റ് ലൂക്കാസ് മൂസെറ്റി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നെയ്മറുടെ ടെസ്റ്റുകളിലൊക്കെ ഇപ്പം ഹൈ റേറ്റിംഗ് തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുന്നതിൻ്റെ തൊട്ടരികിലാണ് താരമുള്ളത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം വിശദമായ ഫിസിക്കൽ ടെസ്റ്റുകൾക്ക് വിധേയനായിരുന്നു. അതിൻ്റെ റിസൾട്ടുകൾ വളരെ സാറ്റിസ്ഫാക്ടറി ആണ്. ഇപ്പം ഈവൻ ഓഫ് ഡേയിൽ പോലും അദ്ദേഹം ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ അതിയായി ആഗ്രഹിക്കുന്ന നെയ്മർ മികച്ച രൂപത്തിൽ ഇപ്പോൾ റിക്കവറായിട്ടുണ്ട്. ഇനിയുള്ള ചോദ്യം, എന്ന് അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തും എന്നുള്ളതാണ്. പതിയെ അദ്ദേഹം ഫീൽഡിൽ ട്രെയിനിങ് മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ അദ്ദേഹം തൻ്റെ ടീംമേറ്റ്സിനോടൊപ്പം വർക്ക് ചെയ്ത് പൂർണ്ണമായിട്ടും ഗെയിം റിതത്തിലേക്ക് എത്തുകയും ചെയ്യും. റിട്ടേൺ ഷെഡ്യൂള് ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് നവംബർ 9 മത്സരമാണ്. ഫ്ലെമിംഗോക്കെതിരെ സാൻഡോസിന് കളിയുണ്ട്. നവംബർ 9 എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം നവംബർ 10 പുലർച്ചെ 3 മണിക്കാണ് ആ മത്സരം നടക്കുന്നത്. പക്ഷേ അതിന് മുമ്പുള്ള മത്സരത്തിന് വേണമെങ്കിൽ നെയ്മർ ഫിസിക്കലി ഫിറ്റാണ്. പാൽമറാസ് വേഴ്സസ് സാൻഡോസ് പോരാട്ടം നവംബർ 6 കളി, ഇന്ത്യൻ സമയം പറയുമ്പോൾ നവംബർ 7. പക്ഷേ ആ കളി കളിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ട് അതിൻ്റെ കാരണം അവിടെ ആർട്ടിഫിഷ്യൽ ടർഫാണ്. അവിടെ വീണ്ടും കളിക്കാൻ ഇറങ്ങിയിട്ട് പരിക്ക് വീണ്ടും ആവർത്തിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് കൊണ്ടാണ് ആ ആർട്ടിഫിഷ്യൽ ടർഫിൽ അദ്ദേഹം കളിക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നവംബർ 9 ഫ്ലെമിംഗോക്കെതിരെ കളിക്കാനാണ് അദ്ദേഹം പ്ലാൻ ഇടുന്നത്. ഇനി അതും സംഭവിച്ചില്ലെങ്കിൽ വീണ്ടും നവംബർ 15 ഒരിക്കൽ കൂടി പാൽമറാസുമായിട്ട് കളിയുണ്ട്. അത് സാൻഡോസിൻ്റെ ഹോം മത്സരമാണ്. ആ കളിയിലെങ്കിലും അദ്ദേഹം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലൂക്കാസ് മൂസെറ്റി UL എസ്പോർട്ടയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യമുള്ളത്, അടുത്ത വേൾഡ് കപ്പാണ് തൻ്റെ ലക്ഷ്യമെന്ന് നെയ്മർ ജൂനിയർ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞ കാര്യമാണ്. നവംബർ മാസത്തിലെ ബ്രസീലിൻ്റെ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് അടുത്ത തിങ്കളാഴ്ചയോടുകൂടി കോച്ച് പ്രഖ്യാപിക്കും എന്നതാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. ആ സ്ക്വാഡിൽ നെയ്മർ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. നിലവിലെ അവസ്ഥയിൽ അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങി വന്ന് പൂർണ്ണമായും ഗെയിം റിതം തിരികെ പിടിച്ചെങ്കിൽ മാത്രമേ ആഞ്ചലോട്ടി അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള സാധ്യതയുള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.